നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോൺ സംബന്ധമായ പ്രശ്നമാണ് PCOS. PCOS അഥവാ പോളിസ്റ്റിക് ഓവറി സിൻഡ്രോമിനെ കുറിച്ച് തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം യാന വുമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ ജീനു ബാബുവാണ്. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമാണ് ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, എന്താണ് PCOS അഥവാ പോളിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പീരീഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ നോർമലി നമ്മൾ 3 ക്രൈറ്റീരിയ നമ്മൾ പറയാറുണ്ട്. ഈ 3 ക്രൈറ്റീരിയയിൽ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് PCOS അല്ലെങ്കിൽ PCOD ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ പീരീഡ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് എല്ലാ മാസവും പീരീഡ് വരണമെന്നില്ല. ചിലപ്പോൾ 2-3 മാസത്തിലായിരിക്കും അവർക്ക് പീരീഡ് വരുന്നത്. ചിലപ്പോൾ ചിലർക്ക് പീരീഡ് വരികയില്ല. അത് അവർക്ക് നോർമലായിട്ട് എല്ലാ മാസവും അണ്ടോൽപാദനം നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മെൻസ്ട്രുവൽ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് PCODയുടെ ഒരു പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ സ്കാനിങ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ അണ്ടങ്ങളുടെ അളവ് കൂടുതലായിട്ട് കാണുക അല്ലെങ്കിൽ എഗ്ഗിൻ്റെ നമ്പർ കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അൾട്രാസൗണ്ടിൽ നമുക്ക് PCO അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി മോർഫോളജി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആണുങ്ങളുടെ ഹോർമോണായ ആൻഡ്രോജൻസ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന സ്ത്രീകളിലുണ്ടാവുന്ന മാറ്റങ്ങൾ. അത് ചിലപ്പോൾ ചിലർക്ക് മുഖത്തുള്ള അമിത രോമ വളർച്ചയാകാം, ശരീരത്തിലൊക്കെ ആണുങ്ങളുടേതുപോലെയുള്ള രോമ വളർച്ച, മുഖക്കുരു, താരൻ, മുടി കൊഴിച്ചിൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളാകാം. അതോടൊപ്പം തന്നെ ലാബ് പരിശോധനയിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുതലായി കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു PCODയുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാം. ഈ 3 ക്രൈറ്റീരിയയിൽ 2 ക്രൈറ്റീരിയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ത്രീക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്നാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. ഡോക്ടർ, എന്തുകൊണ്ടാണ് നമുക്കിതൊരു അസുഖമായിട്ട് തന്നെ പറയാൻ സാധിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പോളിസിസ്റ്റിക് ഓവറി, അതായത് പോളിസിസ്റ്റിക് ഓവറി PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയും. PCOD എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹോർമോണൽ ഇഷ്യൂസ് കാരണം വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് PCOD എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ന് മാറ്റം വരുന്ന നമ്മുടെ ജീവിതശൈലിയും അമിതവണ്ണം, സ്ത്രീകളിൽ പ്രത്യേകിച്ച് അമിതവണ്ണം കാണുന്നതും നമ്മുടെ എല്ലാവരുടെയും സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും അവർക്ക് എക്സസൈസിൻ്റെ കുറവും ഒക്കെ കാരണം ഹോർമോണൽ വ്യതിയാനങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഒരു ചേഞ്ചാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ജനറ്റിക്സ് ആയിട്ട് ചിലർക്ക് അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അത് വരുന്നത് കാണാറുണ്ട്. കൂടുതലും അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് തന്നെയാണ് നമ്മൾ PCOD കാണപ്പെടുന്നത്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പ്രായപരിധിയുണ്ടോ? ഏത് പ്രായക്കാർക്കും വരാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരാം. അതായത് പീരീഡ്സ് തുടങ്ങുന്ന പ്രായത്തിൽ, മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന പ്രായം തൊട്ട് മെനോപോസിനോട് അടുക്കുന്ന പ്രായം വരെ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓരോ പ്രായത്തിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു ടീനേജ് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അമിതവണ്ണമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് 2-3 മാസത്തിലായിരിക്കും വരുന്നത്. ചിലർക്ക് എല്ലാ മാസവും വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാത്ത ഒരു കണ്ടീഷൻ വരാറുണ്ട്. കൂടുതലായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് അത് കാരണം രക്തക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണ പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് കറക്റ്റ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ധ്യതാ പ്രശ്നം, അതായത് കുട്ടികൾ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഈ PCODയുടെ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് ഒരു 40 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള സ്ത്രീകളിൽ അത് PCOS ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ ഷുഗർ, BP, യൂട്രസിൻ്റെ ഭിത്തിക്കുള്ള അല്ലെങ്കിൽ എൻഡോമെട്രിയൽ തിക്നെസ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാരിലും കാണാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് PCOD. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ പീരീഡ്സ് 2 മാസം കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ. അപ്പോൾ മറ്റെന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത്? എന്തൊക്കെ സൂചനകൾ കണ്ടാൽ നമ്മൾ ചികിത്സ തേടണം? നോർമലായിട്ട് PCOD എന്ന് പറയുമ്പോൾ അതൊരു മൈൽഡായിട്ടുള്ള ഒരു ഫോമാണ്. അപ്പം അതിന് നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ,
അതുപോലെ വെയിറ്റ് റിഡക്ഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പീരീഡ്സ് ഇറഗുലറായിട്ട് വരാം. നോർമലായിട്ട് അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 30 ദിവസത്തിൽ വന്നുകൊണ്ടിരുന്ന പീരീഡ് ചിലർക്ക് 35 ദിവസമാകാം, ചിലർക്ക് 60 ദിവസമാകാം, ചിലർക്ക് 3 മാസം 4 മാസം വരെയൊക്കെ ഡിലേഡ് ആയിട്ട് വരാം. പിന്നെ വന്നു കഴിഞ്ഞാൽ നേരത്തെ വന്നിരുന്ന പോലത്തെ ബ്ലീഡിങ് അല്ലാതെ വരിക, ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുക, 10 ദിവസം നിൽക്കുക, 15 ദിവസം നിൽക്കുക, മെഡിസിൻസ് എടുത്തിട്ടും ബ്ലീഡിങ് കുറയാതെ വരിക, പിന്നെ ഒരു 15 ഡേയ്സ് കൂടുമ്പോൾ ബ്ലീഡിങ് വരിക എന്നിങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന എല്ലാ ഇറഗുലാരിറ്റീസും PCODയിൽ നമ്മൾ കാണാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അമിതവണ്ണം, അതായത് വെയിറ്റ് കൂടി വരുന്നത്. ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന മുഖക്കുരു, മുഖത്ത് ഭയങ്കരമായിട്ടുള്ള എണ്ണമയം, ആണുങ്ങളുടേതുപോലെയുള്ള രോമവളർച്ച, താടിയിലും മുഖത്തും ശരീരത്തുമൊക്കെ ആണുങ്ങളുടെ തരത്തിലുള്ള രോമവളർച്ച വരിക, പിന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരിക, ഹെയർ തിന്നിങ് വരിക, ഇതൊക്കെ PCODയുടെ മറ്റ് ലക്ഷണങ്ങളാണ്. പിന്നെ ഈ PCOD കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മറ്റൊരു ചേഞ്ചാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും അതിൻ്റെ ഫലമായിട്ട് മെയിൽ ഹോർമോൺസ് കൂടാനും മൊത്തത്തിൽ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് വരാനും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ മാസവും അണ്ടോൽപാദനം നടക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ചില സ്ത്രീകൾക്ക് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതായത് ഷുഗർ കൂടി നിൽക്കുക, കൊളസ്ട്രോൾ നേരത്തെ വരിക, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ വരിക. ചില പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, എക്കാന്തോസിസ് നെഗ്രിക്കൻസ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീകളിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വന്ധ്യത PCODയിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വന്ധ്യതയെ പറ്റി. ഇപ്പോൾ PCOS മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും ഒന്നാമത് വന്ധ്യത എന്നത്. മാത്രമല്ല മറ്റെന്തെല്ലാം തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? PCOD നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്ത് പീരീഡ്സ് കറക്റ്റായിട്ട് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പീരീഡ്സ് വരാതിരുന്ന് കഴിയുമ്പോൾ തന്നെ യൂട്രസിൻ്റെ ഭിത്തിയിലുള്ള കട്ടി കൂടി വരികയും ബ്ലീഡിങ് നോർമലായിട്ട് വരാത്തത് കൊണ്ട് ഗർഭപാത്രത്തിൻ്റെ അകത്ത് ചില ചേഞ്ചസ് ഒക്കെ നടക്കാനും അത് ഭാവിയിൽ യൂട്രസിനകത്തുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെറ്റബോളിക് പ്രോബ്ലംസ്, അതായത് നേരത്തെ തന്നെ ഷുഗർ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കുക. അതുപോലെ കൊളസ്ട്രോൾ കൂടി നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, ബ്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് PCODയുടെ പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അമിതവണ്ണമുള്ള സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിൽ കൂർക്കം വലിക്കുക, അങ്ങനത്തെയുള്ള പ്രോബ്ലംസൊക്കെ കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലോട്ടും തലച്ചോറിലോട്ടൊക്കെയുള്ള ബ്രെയിനിലോട്ടൊക്കെയുള്ള ഓക്സിജൻ്റെ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നത് മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതകൾ, അത് ഇവൻച്വലി അത് കാർഡിയാക് അറസ്റ്റ്, അങ്ങനത്തെ നേരത്തെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെ PCOD ഉള്ള സ്ത്രീകളിൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിരിക്കും. അവർക്ക് പ്രഗ്നൻസിയിൽ മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ആകാനുള്ള സാധ്യത കൂടുതലാണ്. സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് വരാനുള്ള അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രീ ടേം ലേബർ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ പ്രഗ്നൻസിയിലുണ്ടാവുന്ന ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഗർഭിണികളിൽ ഉണ്ടാവുന്ന ഷുഗർ, മറ്റ് കോംപ്ലിക്കേഷൻസ്, ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ BP പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പ്രഗ്നൻസിയിലാണെങ്കിൽ പോലും PCOD ഉള്ള സ്ത്രീകളിൽ എപ്പോഴും കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഡോക്ടർ, ഈ ഒരു അസുഖം അവഗണിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ PCOD എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു സിവിയർ ബ്ലോൺ ഫോമിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു സിവിയർ PCOD അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറിയുടെ വലിപ്പം കൂടുക, ഓവറീസ് ബൾക്കി ആകുക, ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പ്രശ്നം വന്ധ്യത തന്നെയാണ്. വന്ധ്യതയിൽ ചിലപ്പോൾ ചിലർക്ക് ഇതിന് ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഓവുലേഷൻ വരുത്തി പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചിലർക്ക് മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ആകാതെ വന്നു കഴിഞ്ഞാൽ മറ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിലോട്ട് പോകേണ്ടി വരാം. അത്തരക്കാരിലാണ് നമ്മൾ ലാപ്രോസ്കോപ്പിയും അതുപോലെ IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചിലർക്ക് ഈ PCODയുടെ സിവിയറിറ്റി കൂടിക്കഴിഞ്ഞാൽ അവരുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമായി കഴിയുമ്പോൾ ചിലപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും ചിലർക്ക് പ്രഗ്നൻസി ആകാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്.
അതുകൊണ്ട് തന്നെ PCOD എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ വെയിറ്റ് റിഡക്ഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസിലോട്ടും പിന്നീട് ഒരു ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിലോട്ടും പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ജീവിതശൈലിയിലെ മാറ്റങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു അസുഖത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത്. നമുക്ക് മറ്റേതൊക്കെ രീതിയിലൂടെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ PCOSന് മാത്രമായ പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ തടയാൻ സാധിക്കും, ഈ ഒരു അസുഖം വരുന്നത് തടയാൻ സാധിക്കും? മാത്രമല്ല ആഹാരക്രമത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, വ്യായാമം, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? PCODയുടെ ഏറ്റവും ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ അതിൽ ഡയറ്റും വരും, എക്സസൈസും വരും. അത് നമ്മുടെ നോർമൽ ഒരാളുടെ വെയ്റ്റും ഹൈറ്റും, അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI കറക്റ്റ് 25-നകത്ത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ PCODക്ക് മാത്രമല്ല എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് PCOD മാത്രമല്ല പല പ്രോബ്ലംസും നമുക്ക് കൊളസ്ട്രോൾ ആയാലും BP ആയാലും കാർഡിയാക് പ്രശ്നങ്ങളായാലും ഒക്കെ വരാനായിട്ട് BMI കൂടി നിൽക്കുന്നവർക്ക്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും BMI കൂടി നിൽക്കുന്നവർക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നോർമൽ ഉള്ള വെയ്റ്റിൻ്റെ 5 to 10% ആണ് നമ്മൾ നോർമലി ഒരു PCOD ഉള്ള ഒരു സ്ത്രീയോട് നമ്മൾ കുറയ്ക്കാനായിട്ട് പറയാറുള്ളത്. 5 to 10% അവർ വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ തന്നെയും അവർക്ക് നോർമലായിട്ട് പീരീഡ്സ് വരാനും ചിലപ്പോൾ നോർമലായിട്ട് പ്രഗ്നൻസി ആകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ എക്സസൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വീക്കിൽ 150 മിനിറ്റ്സ് നമ്മൾ ഒരു മോഡറേറ്റ് എക്സസൈസ് എങ്കിലും ചെയ്തിരിക്കണം. ആ എക്സസൈസ് നമുക്ക് എന്തെങ്കിലും ബ്രിസ്ക് വാക്കിംഗ് ആകാം, ജോഗിങ് ആകാം, അതൊരു സൂംബ ഡാൻസ് ആകാം, എന്ന് നമുക്ക് ജിമ്മിൽ പോയിട്ടുള്ള എക്സസൈസ് ആകാം, സ്ട്രെങ്ത് ട്രെയിനിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PCODയുടെ വെയിറ്റ് റിഡക്ഷനിൽ. അപ്പോൾ നമ്മളെപ്പോഴും PCOD ഉള്ളവരൊരു ജിം പോലെയുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ജോയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സിമിലർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് ട്രെയിനിങ്ങും അവർക്ക് പരസ്പരം മോട്ടിവേഷൻ നടത്തി അവർക്ക് വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിൻലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് വെയിറ്റ് റിഡക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഡയറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മളൊരു ഹൈ പ്രോട്ടീൻ, ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നമ്മൾ ഡയറ്റിൽ നല്ല രീതിയിൽ കുറയ്ക്കാനുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചായിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്, അതായത് വളരെ മധുരമുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, അത് ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കാലറി റെസ്ട്രിക്ഷൻ നമ്മൾ ചെയ്യുക. നോർമലി നമ്മളൊരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം നമ്മുടെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നല്ല രീതിയിൽ ഡയറ്റിൽ കുറയ്ക്കുക, മധുരപലഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക, ഫ്രൈഡ് ഐറ്റംസിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ധാരാളമായിട്ട് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ മെയിൻലി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ PCOD എന്ന് പറയുന്നത് 100% നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് PCODയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം പീരീഡ്സ് കറക്റ്റായിട്ട് വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ കൊടുത്ത് അവരുടെ പീരീഡ്സ് കറക്റ്റായിട്ട് വരുത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഷുഗറിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും, അപ്പോൾ അത് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കുക. ഓരോരുത്തരുടെയും പ്രോബ്ലത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് PCODയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ PCOD കറക്റ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അഞ്ജു ആണ്. അഞ്ജു, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 1 year ആയി. എന്റെ പ്രഗ്നൻസി ടൈമില് 9th മന്തിൽ എനിക്ക് മേത്ത് മൊത്തം ചൊറിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ളി ചൊറിഞ്ഞ് ഒരു ഇങ്ങനെ ചൊറിച്ച് നമുക്ക് പൊന്തി വരൂലേ, അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് എന്റെ ഗൈനക്കോളജിസ്റ്റ് എനിക്ക് UDHEP വൈഫെയിൽ എന്ന് പറഞ്ഞ 2 ടാബ്ലറ്റ് തന്നപ്പോ ആ ചൊറിച്ചിൽ എനിക്ക് നിന്നു, ആ പൊന്തി വന്നതും പോയി. പക്ഷേ അത് ആ പൊന്തി വന്ന സ്ഥലത്ത് ഫുള്ള് ഒരു കറുത്ത പാട് അങ്ങനെ തന്നെ അവശേഷിക്കുക. നമ്മളിങ്ങനെ സ്കാറ് പോലെ ഇങ്ങനെ ഫുൾ എന്റെ ബോഡി ഫുള്ളുണ്ട്. അത് എനിക്ക് മുഖത്തും എല്ലാടെ ഇപ്പോഴും ആ ചൊറിഞ്ഞ് വന്ന ആ പാടുകൾ അങ്ങനെ തന്നെ ഉണ്ട്. അത് ഇതുവരെ എനിക്ക് ചേഞ്ചസ് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ഞാൻ ശരിക്കും ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അവരെന്നോട് മെഡിസിൻ എടുക്കണ്ട, ഫീഡിങ് ടൈം ആയതുകൊണ്ട് മെഡിസിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ പോകുന്ന പറഞ്ഞത് 6 month ഒക്കെ ആകുമ്പോൾ പോകുന്ന പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് 1 year ആയി. കഴിഞ്ഞ ജൂണിലായിരുന്നു എന്റെ ഡെലിവറി. ഇപ്പൊ 1 year കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല.
അപ്പോൾ നോർമലി നമുക്ക് പ്രഗ്നൻസിയിൽ സ്കിൻ ചേഞ്ചസ് ഒത്തിരി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു പ്രധാന സ്കിൻ ചേഞ്ചാണ് ശരീരത്തും വയറിലും ഒക്കെ ചുമന്ന് തടിച്ച പാടുകൾ വരിക. അത് നമ്മൾ ചൊറിഞ്ഞ് കഴിയുമ്പോൾ അതിൽ സ്കാർ അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ പ്രകൃതം അനുസരിച്ചാണ് അവരുടെ സ്കാറിങ് ഒക്കെ മാറുന്നത്. അപ്പം തൽക്കാലം അതിനായിട്ട് നമ്മൾ മെഡിസിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് വെയിറ്റ് ചെയ്താൽ മതി. സ്കാറിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി വരുമ്പോൾ അതിൽ സ്കാറിങ്ങിൽ വ്യത്യാസം വരാനുള്ള സാധ്യതകളുണ്ട്. അതങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഒരു 6 months കൂടെ വെയിറ്റ് ചെയ്തിട്ടും ആ സ്കാറിങ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കാർ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്, ലേസറൊക്കെ പോലെയുള്ളത്. PCOSനെ പറ്റിയാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടർ നമ്മോടൊപ്പം കണ്ണൂരിൽ നിന്ന് ഉഷ കൂടി ചേരുന്നുണ്ട്. ഉഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഉഷ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ചോളൂ. ഹലോ, എനിക്കിങ്ങനെ ഗർഭപാത്രത്തില് മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു വേദന ഇതിന്റെ അടിയിൽ. എത്ര നാളായി ഓപ്പറേഷൻ ചെയ്തിട്ട്? 6 മാസമായി. ഗർഭപാത്രത്തിലെ മുഴ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതോ ഗർഭപാത്രം മൊത്തമായിട്ടാണോ? മൊത്തമായിട്ട് മാറ്റിയായിരുന്നു അല്ലേ? 6 മാസമായിട്ടുണ്ട്. കീഹോൾ ആയിരുന്നോ ഓപ്പൺ സർജറി ആയിരുന്നോ? അല്ല, മറ്റേ സാധാരണ കീറി മുറിക്കുന്ന നോർമൽ ഓപ്പൺ സർജറി ആയിരുന്നു അല്ലേ? 6 മാസമായിട്ട് ഇപ്പൊ വയറിൽ വേദനയുണ്ടോ? വയറ് ഇപ്പം വേദന എടുക്കുന്നു. എല്ലാ സമയത്തും വേദനയുണ്ടോ അതോ ചില സമയങ്ങളിൽ കുത്തുന്ന പോലത്തെ വേദനയുണ്ടല്ലേ? അപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറെ തന്നെ ഒന്ന് കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അകത്തുള്ള സ്റ്റിച്ചുകൾക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഓവറി നീക്കം ചെയ്തായിരുന്നോ? ഓവറി അണ്ടാശയം നീക്കം ചെയ്തായിരുന്നോ? നീക്കം ചെയ്തിട്ടില്ല. അപ്പം അണ്ടാശയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ സിസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്കാനും കൂടെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് യൂറിൻ പരിശോധനകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് നേരിട്ട് ചെന്ന് കണ്ടാൽ മാത്രമേ എന്തായിരിക്കും കാരണം പരിശോധിച്ചാൽ മാത്രമേ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു യൂറിൻ ടെസ്റ്റും ഒരു പരിശോധനയും സ്കാനിങ്ങും എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ശരി, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ PCOSനെ പറ്റിയാണ് സംസാരിച്ചത്. നമുക്ക് ഈ ഒരു പ്രശ്നം എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ചികിത്സിച്ച് നമുക്ക് കംപ്ലീറ്റ്ലി PCOD അല്ലെങ്കിൽ PCOS നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. PCOD എന്ന് പറയുന്നത് ഇതിലെ ഒരു മൈൽഡ് ഫോം മാത്രമാണ്. അപ്പം അതിൽ ഓവറീസിൽ മാത്രമേ ചേഞ്ചസ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് വളരെ മിനിമലായിരിക്കും. അപ്പം എന്താണോ നമ്മുടെ പ്രോബ്ലം അതനുസരിച്ചാണ് നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, അവരുടെ പീരീഡ്സ് ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഹോർമോണൽ ടാബ്ലറ്റ്സ്, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണൽ കോമ്പിനേഷൻ ഉള്ള ഒരു ടാബ്ലറ്റാണ് OCP എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സുകൾ നമുക്ക് അവർക്ക് പീരീഡ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൽ ഹോർമോൺസ് കൂടുതലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ മെയിൽ ഹോർമോൺസിൻ്റെ അളവ് കുറയ്ക്കാനും അവരുടെ മുഖത്തുള്ള രോമവളർച്ച, ഓൾറെഡി വന്നു പോയ രോമങ്ങൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ആ ഹോർമോണൽ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺ ടാബ്ലറ്റ്സ്, ആൻറ്റി ആൻഡ്രജൻസ് ഉള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒരു 6 തൊട്ട് 9 മാസം വരെയാണ് നമ്മൾ ഒരു സൈക്കിൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മാക്സിമം 6 തൊട്ട് 9 മാസം വരെ എടുക്കുന്നതാണ് നല്ലത്. അതിൽ കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഹോർമോൺ ടാബ്ലറ്റ്സിന് നല്ല വശങ്ങൾ പോലെ തന്നെ ഹോർമോണൽ സൈഡ് ഇഫക്ട്സും വരാനുള്ള സാധ്യതകളുണ്ട്. ചില പെൺകുട്ടികളെ ബ്ലഡ് ക്ലോട്ട് ആവാനും വേറെ കോംപ്ലിക്കേഷൻസ്, ഷുഗർ, BP അങ്ങനത്തെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ബ്ലഡ് വെസൽ, രക്തക്കൊള്ളികളൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ചെറിയ രീതിയിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഹോർമോൺ ടാബ്ലറ്റ്സ് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച്, ഓരോരുടെയും ശരീരപ്രകൃതം അനുസരിച്ച്, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അനുസരിച്ച് മാത്രമേ ഹോർമോൺ ടാബ്ലറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൽ കാരണം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. അത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള മെയിൽ ഹോർമോൺസ് കൂടാനും നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാതിരിക്കാനും, അങ്ങനെ തന്നെ നമ്മുടെ ഷുഗേഴ്സൊക്കെ ബോർഡർ ലൈൻ ആകാനും, അത് നേരത്തെ തന്നെ ഷുഗർ ഡെവലപ്പ് ചെയ്യാനും ചിലർക്ക് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് എന്ന് പറയുന്ന മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് PCOD ഉള്ളവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഈ മെറ്റ്ഫോമിൻ ടാബ്ലറ്റിന് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിൽ വെയിറ്റ് റിഡക്ഷനും
അതുപോലെ തന്നെ ഓവുലേഷൻ കറക്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ്. ഇത് രണ്ടുമാണ് മെയിൻലി നമ്മൾ PCOD ഉള്ളവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ്സ്. ഇനി PCOD കാരണം വന്ധ്യത അനുഭവിക്കുന്ന ഒരു കപ്പിളിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അവർക്ക് നോർമലി ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ പീരീഡ്സിൻ്റെ സമയത്ത് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക നളിനി ചേരുന്നുണ്ട്. നളിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ 1 വർഷമായേ. 1.5 വർഷമായി. അവൾക്ക് പിന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നില്ല. 5-6 ദിവസം ചിലപ്പോൾ പുറകോട്ട് പോകും, അങ്ങനെയുള്ളത്. ലേറ്റ് ആയിട്ടാണോ വരുന്നത്? ലേറ്റ് ആയിട്ടാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായല്ലേ? 1.5 വർഷം. കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. മോൾക്ക് ഈ അടുത്തായിട്ട് വെയിറ്റ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, വെയിറ്റ് ഇല്ല, തീരെ മെലിഞ്ഞ കുട്ടിയാണല്ലേ? ഓക്കെ. അപ്പം നമ്മള് 1.5 വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി നോക്കുന്നുണ്ട്. പീരീഡ്സും ഈ 1 വർഷം കഴിഞ്ഞേരം ഇനിയിപ്പം നോക്കുന്നുണ്ട്. ഓക്കെ. ഡോക്ടറെ കാണിച്ചു, ഒന്ന് സ്കാൻ ചെയ്തു, ഒന്നേരം കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞേ. അപ്പൊ സ്കാനിങ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ചിലപ്പോൾ ഓവുലേഷൻ നടക്കുന്നുണ്ടാവും. എല്ലാ മാസവും ഒരേ രീതിയിലാണ് പീരീഡ്സ് ലേറ്റ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഇപ്പോൾ നോർമലി വരുന്ന സൈക്കിൾ ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം. അപ്പം ഒരു 6 മാസമൊക്കെ പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കിയിട്ടും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പിന്നെ ഇനിയിപ്പോ കുട്ടികളുടെ വിഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? അത് നമുക്ക് പീരീഡ്സിൻ്റെ 14ാമത്തെ അല്ലെങ്കിൽ 16ാമത്തെ ദിവസം കറക്റ്റായിട്ട് അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സ്കാനിങ്ങിലൊക്കെ നോക്കിയാൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ആകാം. ഹസ്ബൻഡിൻ്റെ ബീജപരിശോധന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകാം. അപ്പം ആദ്യത്തെ മാസങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നോർമലി നോക്കിയിട്ട് ഒരു വർഷം വരെ നോർമലി നോക്കിയിട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ടുപേരെയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടെസ്റ്റുകളും സ്കാനുകളും എല്ലാം എടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്ന് ഇപ്പോ പോയി ഡോക്ടറെ കാണിച്ചതിന് കഴിഞ്ഞ മാസം വന്നിട്ട് വിറ്റാമിൻസിന്റെ ഗുളിക കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കുന്നത് ഹോർമോണിന്റെ കുഴപ്പമാണ് പറഞ്ഞു തന്നെ ഡോക്ടർ. അത് ഹോർമോൺ ലെവലായാലേ ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിറ്റാമിൻ ഗുളിക കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഭർത്താവിനും അങ്ങനെ തന്നെ, അവള് ഭർത്താവിനും കൊടുത്തു. അവർ രണ്ടുപേരും ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഗുളിക കഴിച്ചിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്, ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ട് വരും. ഒന്നും കൂടി സ്കാൻ ചെയ്യേണ്ടി വരും അല്ലേ? സ്കാനിങ് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വല്ല സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടുപേരുടെ എല്ലാം ബാക്കിയെല്ലാം നോർമൽ ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ. അതെ, അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അടുത്തത് നോക്കേണ്ടത് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പോൾ PCOSനെ പറ്റിയും PCODയെ പറ്റിയൊക്കെ എല്ലാവർക്കും ഒരുപാട് ടെൻഷനും ആശങ്കകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് ചുരുക്കി പറയാമോ? PCOD അല്ലെങ്കിൽ PCOS നമ്മൾ സ്ത്രീകൾക്ക് നോർമലായിട്ട് അവർക്ക് പീരീഡ്സ് വരുന്ന സമയം തൊട്ട് നോർമൽ ഒരു സൈക്കിൾ ഉണ്ടാവും. അതൊരു 21 ദിവസം തൊട്ട് 35 ദിവസം വരെ ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ പീരീഡ്സിൽ വരുന്ന എന്തെങ്കിലും വേരിയേഷൻസ്, അത് ചിലപ്പോൾ 35 ദിവസം എന്നുള്ളത് 28 ദിവസത്തിൽ വന്നിരുന്ന ആൾക്ക് 35 ദിവസത്തിലാണ് വരുന്നത്. ചിലപ്പോൾ അത് 40 ദിവസം ആകുന്നു. അപ്പോൾ അവരുടെ നോർമൽ സൈക്കിളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട്. നോർമലായിട്ടുള്ള ബ്ലീഡിങ് വരുന്നില്ല. അവരുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ കണ്ടുവരുന്നുണ്ട്. രോമവളർച്ച അല്ലെങ്കിൽ അമിതവണ്ണം കണ്ടുവരുന്നുണ്ട്. കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ട് PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല വെയിറ്റ് റിഡക്ഷനിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും നമുക്ക് ഇതിൻ്റെ എല്ലാ സിംറ്റംസും നമുക്ക് കൺട്രോൾ ചെയ്യാനും, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുകളും വളരെ കുറവ് തന്നെയായിരിക്കും. എന്നാൽ ഇത് കൺട്രോൾ ചെയ്യാതെ നമ്മളത് ശ്രദ്ധിക്കാതെ നോക്കിപ്പോയി കഴിഞ്ഞാൽ പ്രഗ്നൻസിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ഷുഗർ, BP, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസിലേക്കും എത്തിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിൻ്റെ സമയം പൂർണ്ണമായതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെട്ടത്.
സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോൺ സംബന്ധമായ പ്രശ്നമാണ് PCOS. അതുകൊണ്ട് തന്നെ PCOSനെ പറ്റി തന്നെയാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. നമ്മോടൊപ്പം ചേർന്നത് തിരുവനന്തപുരം യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ ജീനു ബാബുവാണ്. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.